ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. 15 മിനിറ്റിനുള്ളിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല തൊട്ടടുത്താണെന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ദോശ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള റവ എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മളുടെ റവ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല ഫൈൻ പൗഡറായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. നമ്മളിപ്പം റവയെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഗോതമ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ചൂടാക്കിയ ഓയിലാണ്. അതും 3 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ റവയൊക്കെ നമ്മുടെ തൈരിനകത്ത് നന്നായിട്ട് കുതിർന്ന് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുവരാം. നിങ്ങൾക്കിപ്പം ഫോർക്കോ വിസ്കോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടണം, അത്രയും മാത്രം മതിയാകും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. നല്ലൊരു ദോശമാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി കിട്ടണം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ട, കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. കുറച്ച് വെള്ളവും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് വെള്ളം എടുത്തതിൽ 1/4 കപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നല്ല രീതിയിലൊന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചൂട് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് മാവ് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. തീരെ ചൂട് കുറവാണെങ്കിൽ ഇതിൽ ഹോൾസ് വരുന്നതും പാടായിരിക്കും. അപ്പോൾ ചൂടിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് തുടയ്ക്കുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോഴത്തേക്ക് നമ്മുടെ ചൂടൊക്കെ ബാലൻസായി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നെയ്യ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലായാലും സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പം നമുക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പം നെയ്യൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് നമ്മൾ ഇനിയും ദോശമാവ് ഒഴിക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. അതുപോലെ നമ്മുടെ പാനിൻ്റെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല മൊരിഞ്ഞ ദോശയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ മൊരിഞ്ഞ് കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്.
നന്നായിട്ട് മൊരിഞ്ഞ ദോശയും ആ തേങ്ങാ ചട്നിയുടെ കഴിക്കുമ്പം സൂപ്പറാണ്. ശരിക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. നന്നായിട്ട് മൊരിച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം, അപ്പോഴാണ് ശരിക്കും ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. എന്തെളുപ്പമാണ് നമുക്ക് ഈ ദോശ തയ്യാറാക്കാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ മറക്കാതെ അറിയിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ.